ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പോവുക എന്നുള്ള വാക്ക് വെച്ചിട്ട് കുറച്ച് വാചകങ്ങൾ പഠിച്ചിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ ഈ വാക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഗോ എന്നുള്ള വാക്ക് വെച്ചിട്ട് തന്നെയാണ് ഇന്നും കുറച്ച് വാചകങ്ങൾ നമ്മൾ പഠിക്കുക. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് പോവുക എന്നുള്ള വാക്ക് വെച്ചിട്ട് നമ്മൾ മറ്റൊരാളുടെ കാര്യം പറയുന്ന ശൈലിയായിരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ കാര്യം തന്നെ പറയാൻ പോവുകയാണ്. ഉദാഹരണത്തിന് ഞാൻ പോകുന്നു, ഞാൻ പോയി, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോകും, എനിക്ക് പോകണം, ഇനി പോകാൻ അനുവദിക്കണം, അല്ലേ, എനിക്ക് പോകേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെ പറയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഗോ എന്നുള്ള വാക്ക് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഞാൻ പോകുന്നു, ഞാൻ പോവുകയാണ്. എങ്ങനെയാ പറയാ? ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. വളരെ സിമ്പിളാണ്, കൂടുതൽ ബുദ്ധിമുട്ടാനൊന്നുമില്ല. ഐ ഗോ, ഐ ഗോ, ഐ പ്ലസ് ഗോ, അത്രേ ഉള്ളൂ. ഐ ഗോ, ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. സിമ്പിൾ അല്ലേ? ഐ ഗോ, ഞാൻ പോവുകയാണ്. എന്നാൽ ഒരാൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സമയത്ത് അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുക, അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്ന രീതിയില്ലേ, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പറയാ? ആം ഗോയിങ്, ആം ഗോയിങ്. ഐ പ്ലസ് ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബ് പ്ലസ് വെർബിന്റെ കൂടെ ഒരു ING ഫോം. അപ്പൊ എങ്ങനെയാ പറയുന്നത്? ആം ഗോയിങ്, ആം ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ പിന്നെ എവിടെ? ഐ ആം ഗോയിങ്. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയണം, ഞാൻ പോയി എന്ന് പറയണം, പോയി എന്ന് പറയണം. എങ്ങനെയാ പറയാ? ഐ വെന്റ്. അവിടെ ഗോ എന്നുള്ള വേർഡിന്റെ രണ്ടാമത്തെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ വെന്റ്, ഞാൻ പോയി, ഐ വെന്റ്, ഞാൻ പോയി. നേരെ മറിച്ച് ഒരാൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയാണ്. ഞാൻ ജസ്റ്റ് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. ഐ ഹാവ് ഗോൺ, ഐ ഹാവ് ഗോൺ. ഐ പ്ലസ് ഹാവ് പ്ലസ് ഗോൺ. ഇവിടെ ഗോ എന്ന് പറയുന്ന വേർഡിന്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഗോൺ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹാവ് വരുമ്പോൾ, ഹാസ് വരുമ്പോൾ, ഹാഡ് വരുമ്പോൾ ഒക്കെ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഐ ഹാവ് ഗോൺ എന്നാണ് ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളതിന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ പറയാണ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ നീ വിളിച്ചപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, ഐ വാസ് ഗോയിങ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഐ ആം ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ആ ആമിന് പകരം ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വാസ് ഉപയോഗിക്കും. വേറെ ഒന്നും മാറ്റാനില്ല. ഐ വാസ് ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് ഇങ്ങനെ പറയാണ്, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ മുമ്പെങ്ങോ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല പണ്ടത്തെ കാര്യം പറയുന്നത്, ഞാൻ മുമ്പെങ്ങോ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഹാഡ് ഗോൺ, ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ കാര്യമാണ്, കഴിഞ്ഞു പോയിട്ടുണ്ട്. ഐ ഹാഡ് ഗോൺ, ഹാവിന് പകരം അവിടെ ഹാഡ് ഉപയോഗിച്ചാൽ മതി. അത് ഉണ്ടായിരുന്നു, കഴിഞ്ഞ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഒരാൾ പറയാണ്, ഞാൻ പോകും. ദൃഢമായ മനസ്സിൽ നിന്നുള്ള ദൃഢമായ ഒരു വാചകം എന്താണ്? ഞാൻ പോകും. എങ്ങനെയാ പറയാ? ഐ വിൽ ഗോ. അങ്ങനെ പറയുന്നതിന് വിൽ എന്നുള്ള ഓക്സിലറി വെർബ് നമ്മൾ ചേർക്കണം എന്നുള്ളതാണ്. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ കം, ഞാൻ വരും. ഐ വിൽ സിറ്റ്, ഞാൻ ഇരിക്കും. ഐ വിൽ കിൽ, ഞാൻ കൊന്നുകളയും, അല്ലേ? അപ്പോൾ ഐ വിൽ ഗോ, ഞാൻ പോകും എന്നുള്ളതിന് വിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ വെർബ് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഐ വിൽ ഗോ, ഞാൻ പോകും. അതുപോലെ തന്നെ ഒരാൾക്ക് പറയണം, എനിക്ക് പോകണം എന്ന് പറയണം. പോകണം, പെർമിഷൻ ചോദിക്കണ പോലെയാണ്, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം പറയണം. ഐ വാണ്ട് ടു ഗോ, ഐ വാണ്ട് ടു ഗോ, എനിക്ക് പോകണം. ഐ വാണ്ട് ടു ഗോ, എനിക്ക് പോകണം. അയാൾ ഒരു ഉറച്ച രീതിയിലാണ് പറയുന്നത്, ഐ വാണ്ട് ടു ഗോ, എനിക്ക് പോകണം. എന്നാൽ നിങ്ങൾ അനുവദിച്ചാലേ ഞാൻ പോകുള്ളൂ, അപ്പൊ എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയാണ്. എനിക്ക് പോകേണ്ടതുണ്ട്, അത് ഒരു വ്യത്യസ്തമായ ശൈലിയാണ് നമ്മൾ പറയുന്നത്. ഐ ഹാവ് ടു ഗോ, ഐ ഹാവ് ടു ഗോ. ഐ വാണ്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണം എന്നാണ്. ഐ ഹാവ് ടു ഗോ എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. എനിക്ക് പോകേണ്ടതുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് പോകേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഐ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതുണ്ട്, പിന്നെ കാണാം എന്ന് പറയുന്ന ശൈലിയാണ് ഐ ഹാവ് ടു ഗോ. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയാണ്, എനിക്ക് പോകേണ്ടി വന്നു, എനിക്ക് പോകേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗോ, ഐ ഹാഡ് ടു ഗോ, എനിക്ക് പോകേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗോ, എനിക്ക് പോകേണ്ടി വന്നു. എനിക്ക് ഇന്നലെ അവിടെ ഒന്ന് പോകേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗോ ദേർ യെസ്റ്റർഡേ,
ഐ ഹാഡ് ടു ഗോ ദെയർ യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഗോ എന്നുള്ള വാക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറയാനുണ്ടാവുക. ഇനിയും പല രീതിയിൽ പറയാനുണ്ടാവാം നിങ്ങൾക്ക്. അപ്പൊ അത്തരത്തിലുള്ള സെന്റൻസുകളും വാചകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.